രാജകുമാരിന്റെ തവളയുടെ. ഒരിടത്തൊരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല സുന്ദരമായ സ്ഥലങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അഴുക്കായ ചെടികൾ അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. നല്ല കാറ്റ്, നല്ല വെള്ളം അത് മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ. കാക്കകളെ അവൾക്ക് ഇഷ്ടമല്ല. അതിനെ ദൂരെ ദൂരെ പോകാൻ പറ്റും. എന്തുകൊണ്ടാൽ അതിന് കറുത്ത ഒരു കളറാണ്. അതുകൊണ്ട് രാജകുമാരിക്ക് ഇഷ്ടമല്ല. പക്ഷെ പ്രാവിനെയൊക്കെ കൊഞ്ചി കൊഞ്ചി വെക്കും. പ്രാവിന് വെള്ള നിറമാണ്. അതുകൊണ്ട് രാജകുമാരിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പ്രാവ്, പക്ഷികൾ അതുപോലെ. പക്ഷെ അവൾക്ക് കാക്കകളോട് മാത്രം ഇഷ്ടമല്ല. അപ്പൊ രാജാവിന്റെ ഒരേ ഒരു മകളായിരുന്നു രാജകുമാരി. അവൾക്ക് നല്ല തങ്ക കളറിലുള്ള പന്ത് കൊടുത്തിട്ട് രാജാവ് പറഞ്ഞു, ഇത് നീ സൂക്ഷിച്ചു വെച്ചോണം, എവിടെയും കളയരുത് അങ്ങനെ പറഞ്ഞു. അവൾക്ക് ആ പന്ത് ഇഷ്ടപ്പെട്ടു. കാരണം അതിന് ഒരു ഗോൾഡ് കളറായിരുന്നു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ദിവസം പോയി അവളുടെ സുന്ദരമായ ഗാർഡനിനകത്ത് പോയി അത് വെച്ച് തട്ടി തട്ടി അവള് കളിക്കും. ഒരു ദിവസം അത് ചാടി മരത്തേക്ക് പോയി. മരത്തില് കാക്കകളായിരുന്നു. അവൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കാക്കകളുടെ അടുത്ത്, പ്ലീസ് എനിക്ക് ആ മരത്തിലുള്ള ആ പന്ത് കുറച്ച് തരാമോ അങ്ങനെ ചോദിച്ചു. കാക്കകള് പക്ഷെ പറഞ്ഞു, നിനക്ക് ഞാൻ തരില്ല അങ്ങനെ പറഞ്ഞിട്ട് അവര് പറന്നുപോയി. അപ്പൊ ആ പന്ത് തുള്ളി 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 ഒരു വെള്ളത്തിനകത്തേക്ക് പോയി. വെള്ളത്തിനകത്ത് രാജകുമാരി വിചാരിച്ചു, എങ്ങനെ ഇനി പന്ത് എടുക്കാൻ പറ്റും, പന്തിനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഒരു തവള ആ ഒരു ചെടീനകത്തൂടെ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുമായിരുന്നു. എന്നിട്ട് അത് വെളി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പന്ത് എടുത്തു തരാം, പക്ഷെ നിങ്ങൾ അതിന് പകരം എനിക്ക് എന്തെങ്കിലും തരണം അങ്ങനെ പറഞ്ഞു. അപ്പൊ രാജകുമാരി, എനിക്ക് പന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാന് ശരി എന്ന് പറയാമെന്ന് വിചാരിച്ചു. ശരി, നിനക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും എല്ലാം നിനക്ക് തരാം അങ്ങനെ പറഞ്ഞു. അത് ആ തവള അങ്ങനെ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വെള്ളിയോ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടിയത് ഞാൻ പറയും. നിന്റെ കൂടെ കഴിക്കണം, നിന്റെ കൂടെ ഡാൻസ് കളിക്കണം, നിന്റെ കൂടെ ഉറങ്ങണം, അതാണ് എനിക്ക് വേണ്ടത് അങ്ങനെ പറഞ്ഞു. അപ്പൊ രാജകുമാരി കുറച്ച് ആലോചിച്ചു. അപ്പൊ അവൾക്ക് ഒന്ന് തോന്നി, ഈ തവള എങ്ങനെ അത്രയും ദൂരമുള്ള കോട്ടയിൽ വരാൻ പറ്റത്തില്ല, അതിനെ കേട്ടത്തുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് പന്ത് കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു. തവള ചാടി വെള്ളത്തിനകത്തേക്ക് പോയി ആ പന്ത് തേടി തേടി പോയി ആ പന്തിനെ എടുത്തോണ്ടെന്ന് രാജകുമാരിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തവള, ഞാൻ നിന്റെ വാക്ക് സൂക്ഷിച്ചു, നീ എൻ്റെ വാക്ക് സൂക്ഷിക്കണം അങ്ങനെ പറഞ്ഞു. റാണിക്ക് അത് ആ പന്ത് കിട്ടിയ ഉടനെ ഓടിപ്പോയി. അവള് വീട്ടിനകത്തേക്ക് പോയി. വീട്ടിനകത്ത് പോയി കതവൊക്കെ പൂട്ടി അടച്ചവളെ പോയി. എന്നിട്ട് അവള് കുറച്ചു നേരം കിടന്ന് പിന്നെ അവളുടെ ഡിന്നറിനകത്ത് അവള് പോയി. എന്നിട്ട് അവള് രാജാവിൻ്റെ കൂടെ, രാജകുമാരി ഇരുന്ന് കഴിക്കുന്ന ഒരു ടേബിൾ വലുതായിരുന്നു. അതിൽ അവൾക്ക് പാൻ കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവളിങ്ങനെ മുറിക്കാൻ പോകുമ്പോൾ ആരോ കതവ് തട്ടുന്നു. ആരാ ഇത് അങ്ങനെ പറഞ്ഞ് അവിടെ ജോലിക്കാരൊക്കെ പോയി തുറന്നു നോക്കി. അവിടെ അവരിങ്ങനെ തേടുക, ആരെയും കാണുന്നില്ല. പിന്നെ നോക്കാൻ താഴെ നോക്കി, ഒരു തവള അത് കതവടച്ചതിന് മുമ്പ് അത് ചാടി ചാടി രാജകുമാരിന്റെ ടേബിളിലെ അടുത്ത് രാജകുമാരിന്റെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നീ ഡിന്നർ തരാന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞു. അപ്പോ രാജകുമാരിക്ക് ആകെ പേടിയായി, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ രാജാവ് ചോദിച്ചു, എന്തിനാ ഈ തവള നമ്മുടെ അടുത്ത് വന്നേക്കുന്നേ അങ്ങനെ ചോദിച്ചു. അപ്പൊ രാജകുമാരി പറഞ്ഞു, ഇതുപോലൊക്കെ കഥ അവള് പറഞ്ഞു. പന്ത് താഴെ വീണു, ഇതാ എനിക്ക് എടുത്തു തന്നെ, അതെന്റെ വാക്ക് പാലിച്ചു, ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം അങ്ങനെ പറഞ്ഞു. രാജാവിന് കൊടുത്ത വാക്ക് പാലിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ശരി നീ ചെയ്തോ അങ്ങനെ പറഞ്ഞു. രാജകുമാരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല.
അത് വന്ന് ഫോർക്കും സ്പൂണും രാജകുമാരി കൊടുക്കുമ്പോൾ അത് പറഞ്ഞ് എനിക്ക് അതൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ് തട്ടിന്ന് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പേ രാജകുമാരിന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തത് കടിച്ച് തിന്ന് പകുതി തിന്നു അത് കഴിഞ്ഞിട്ട് രാജകുമാരിക്ക് അതിലൊന്നും ഇഷ്ടമേ അല്ല, അത് വന്നതേ ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന സമയമായി. അത് ഇച്ചിരി ഉള്ളത് കൊണ്ട് രാജകുമാരിക്ക് എങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റും? അതുകൊണ്ട് രാജകുമാരി അതിനെ കയ്യിലെടുത്ത് പിന്നെ ഡാൻസ് കളിച്ചു അവർ. അത് കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമായി. ഉറങ്ങാൻ പോയപ്പോൾ ആ തവള ഇങ്ങനെ കിടന്നതാ രാജകുമാരി. തവള ചാടി വന്ന് ബെഡിനകത്ത് പോയി രാജകുമാരിന്റെ കൂടെ കിടന്നു. രാജകുമാരിക്ക് അതിലൊന്നും ഇഷ്ടമല്ല. പെട്ടെന്ന് പോയി ഒരു ചെയറിനകത്ത് ഇരുന്ന് ഇങ്ങനെ തലയാണ പിടിച്ചോണ്ട് ഇങ്ങനെ ഉറങ്ങി. തവള പറഞ്ഞു, ഉറക്കം നല്ലതാ, നീ ഉറങ്ങില്ലെങ്കിൽ രാവിലെ കണ്ണൊക്കെ നീറും അങ്ങനെ പറഞ്ഞു. അപ്പൊ രാജകുമാരി ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ തന്നെ ഇരുന്നു. രാവിലെ ആയി. രാജകുമാരി എണീച്ചു. അപ്പോൾ ഒരു രാജാവ് അവിടെ നിൽക്കുന്നു. ആരാന്നറിയത്തില്ല. രാജാവിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ആരാ ചോദിച്ചപ്പോൾ എന്നെ അറിയത്തില്ല നിനക്ക്, ഞാനാ തവളയായിരുന്നു അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ തവളയായി അങ്ങനെ രാജകുമാരി ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാനൊരു കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രേതം വന്നിട്ട് എന്നെ ശപിച്ചു. നീ ഇനി തൊട്ട് ഇങ്ങനെ തവളയായിട്ടേ ഇരിക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞ് ശപിച്ചു. ഏത് സൂപ്പറായിട്ട് നല്ല ഒരുങ്ങിയ രാജകുമാരി, അവൾ നിനക്ക് കഴിക്കാൻ തരുന്നത്, പിന്നെ അവൾ ഡാൻസ് കളിക്കുന്നത്, പിന്നെ ഉറങ്ങുന്നത്. അതങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പൊ ആ രാജകുമാരൻ തവളയിന്ന് പോത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ശപിച്ചു. അതുകൊണ്ടാണ് രാജകുമാരിൻ്റെ അടുത്ത് രാജാവ് വന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജകുമാരിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ ഇങ്ങനെ ചെയ്തു പോയല്ലോ, അങ്ങനെ വിഷമമായി. എന്നിട്ട് രാജകുമാരനും രാജകുമാരിയും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. ഇതാണ് കഥ.